നമ്മൾ മ്യൂച്വൽ ഫണ്ടിലെ കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് എക്സ്പെൻസ് റേഷ്യോ, എക്സിറ്റ് ലോഡ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, ടാക്സ് ഇംപ്ലിക്കേഷൻ, ഈ ഒരു കാര്യങ്ങളിലെ എക്സിറ്റ് ലോഡിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. ഷോർട്ട് ടൈമിൽ അല്ലെങ്കിൽ ലോങ് ടൈമിലേക്ക് പലതരത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു എമൗണ്ട് ആകുമ്പോൾ, ഒരു ഗെയിൻ ആകുമ്പോൾ നമ്മളത് റെഡീം ചെയ്യാറുണ്ട്. ആ ഒരു റെഡീം ചെയ്യുമ്പോൾ നമ്മൾക്ക് ആ ഒരു ദിവസം നമ്മളുടെ പോർട്ട്ഫോളിയോയിൽ കാണിച്ചിരിക്കുന്ന നെറ്റ് അസറ്റ് വാല്യൂ അല്ലെങ്കിൽ ടോട്ടൽ വാല്യൂ ആയിരിക്കുമല്ലോ നമുക്ക് ലഭിക്കുന്നത്. അതിന് കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇന്നേ ദിവസം നമ്മുടെ പോർട്ട്ഫോളിയോയിലെ ഒരു വാല്യൂ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ വാല്യൂ ആണ്. അതായത് ഇന്ന് 20-ാം തീയതി ആണെങ്കിൽ ഇന്ന് നമുക്ക് റിസൾട്ട് കാണിക്കുന്നത് 19-ാം തീയതിയിലെ നെറ്റ് അസറ്റ് വാല്യൂ വെച്ചുകൊണ്ടുള്ള നമ്മുടെ മ്യൂച്വൽ ഫണ്ടിന്റെ പോർട്ട്ഫോളിയോയുടെ റിസൾട്ട് ആയിരിക്കും. പ്രോഫിറ്റ് ലോസ് അതായിരിക്കും നമുക്ക് റിഫ്ലക്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിത് റെഡീം ചെയ്യുകയാണ്. ഇന്ന് റെഡീം ചെയ്യാനായിട്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ, അതായത് 20-ാം തീയതിയിലത്തെ നെറ്റ് അസറ്റ് വാല്യൂ എന്തായിരിക്കും, ആ ഒരു വാല്യൂ അനുസരിച്ചായിരിക്കും നമുക്കത് റിഡംഷൻ ചെയ്ത് കിട്ടുന്നത്. അതായത് നമ്മൾ ഒരു 2 മണിക്കൊക്കെ മുമ്പ് കൊടുത്താലേ കറക്റ്റ് ആയിട്ടുള്ള ഇന്നത്തെ ഒരു ഇന്നത്തെ NAV നമുക്ക് റെഡീം ചെയ്ത് കിട്ടാറുള്ളൂ. നമ്മൾ റെഡീം ചെയ്യുമ്പോൾ അവിടെ കാണിക്കാറുണ്ട് ഏത് ദിവസത്തെ നെറ്റ് അസറ്റ് വാല്യൂ വെച്ചാണ് നമുക്ക് ഫണ്ട് കിട്ടുന്നതെന്ന്. അപ്പൊ നമ്മൾ ഒരു കാൽക്കുലേഷൻ നടത്തി ഒരു 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1,50,000 രൂപയപ്പോൾ നമ്മൾ റെഡീം ചെയ്തു. പക്ഷെ നമുക്ക് 1,50,000 രൂപ നമുക്ക് കിട്ടിയിട്ടില്ല. അതിന് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം തന്നെ ഇവിടെ കണ്ട ഒരു സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് പറഞ്ഞൊരു ഫിഗർ കാണിക്കുന്നുണ്ട്. ഈ ഒരു ഫണ്ടിന്റെ അകത്ത് സ്റ്റാമ്പ് ഡ്യൂട്ടി 0.005% ആണ്. അപ്പൊ നമ്മൾ ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൽ നിന്ന് കുറച്ചിട്ടായിരിക്കും ബാക്കി ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. നമ്മളിപ്പം ഒരു 2,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ചിലപ്പം 1999 രൂപ ആയിരിക്കും ഇൻവെസ്റ്റിലോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ 1 രൂപ എവിടെ പോയി നമ്മൾ നോക്കാറുണ്ട്. ആ 1 രൂപ നമ്മുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി ആയിട്ടായിരിക്കും മിക്കവാറും കുറയ്ക്കുന്നത്. പിന്നെയുള്ളത് എക്സ്പെൻസ് റേഷ്യോ ഉണ്ട്, എക്സിറ്റ് ലോഡ് ഉണ്ട്. എക്സ്പെൻസ് റേഷ്യോ ആ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ഫണ്ട് ഹൗസിന് വരുന്ന ഒരു ചാർജ് പോലെ തന്നെയാണ് അത് കണക്കാക്കുന്നത്. അവരെടുക്കുന്ന നമ്മുടെ ഈ ഒരു ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിന് വരുന്ന ഒരു എക്സ്പെൻസ് റേഷ്യോ ആണ് അത്. അതേപോലെ തന്നെ എക്സിറ്റ് ലോഡാണ് നമ്മൾ മിക്ക സമയവും തന്നെ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത്. എക്സിറ്റ് ലോഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. എക്സിറ്റ് ലോഡ് ഓഫ് 1% ഇഫ് റിഡീംഡ് വിതിൻ 1 ഇയർ. ഒരു വർഷത്തിനുള്ളിൽ റെഡീം ചെയ്തിട്ടുണ്ടെങ്കിൽ 1% കുറച്ചിട്ടായിരിക്കും ഇവര് നമുക്ക് ബാക്കി എമൗണ്ട് നമുക്ക് തരുന്നത്. അതായത് 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, 10,000-ത്തിൽ നിന്ന് 1%, നമ്മൾ എപ്പോഴാണ് എക്സിറ്റ് ചെയ്യുന്നത്, അത് ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ഈ 1% റെഡീം കഴിഞ്ഞിട്ട് എക്സിറ്റ് ലോഡായിട്ട് കുറച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ. നമുക്ക് ഇവിടെ ഒരു കാൽക്കുലേഷൻ നോക്കാം. നമ്മൾ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ഈ എക്സിറ്റ് ലോഡ് കാര്യങ്ങൾ എങ്ങനെയാണ് കണക്കാക്കുന്നത് നോക്കാം. ലംസമായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇൻവെസ്റ്റ് ചെയ്തപ്പോഴത്തെ അതിന്റെ നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത് 100 രൂപയാണ്. അതായത് 100 രൂപ നെറ്റ് അസറ്റ് വാല്യൂ ഉള്ള ഫണ്ടിലാണ് നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം ബൈ നെറ്റ് അസറ്റ് വാല്യൂ ആയ 100 രൂപ, 1000 യൂണിറ്റ് നമുക്ക് ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഒരു നിശ്ചിത തുകയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ പൊക്കത്തിലോട്ട് നമ്മൾ മാസം മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നില്ല. ആ ഒരു തുക വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. നെറ്റ് അസറ്റ് വാല്യൂ കൂടുന്നതനുസരിച്ച് വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. നെറ്റ് അസറ്റ് വാല്യൂ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ, നമ്മുടെ പോർട്ട്ഫോളിയോയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. യൂണിറ്റിന് ഒരു മാറ്റവും വരുന്നില്ല. അതേസമയം നമ്മൾ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ മാസവും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ദിവസത്തെ നെറ്റ് അസറ്റ് വാല്യൂ അനുസരിച്ച് നമ്മുടെ യൂണിറ്റുകൾ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇവിടെ യൂണിറ്റ് എപ്പോഴും 1000 യൂണിറ്റ് തന്നെയായിരിക്കും. ഇവിടെ അത് കുറെ നാൾ കഴിഞ്ഞു, നമ്മുടെ നെറ്റ് അസറ്റ് വാല്യൂ 105 ആയി. അപ്പോൾ യൂണിറ്റിന് മാറ്റമൊന്നുമില്ല, 1000 യൂണിറ്റ് തന്നെയാണ്. ആദ്യം നമ്മൾ 1000 യൂണിറ്റ്, 100 രൂപയുടെ 1000 യൂണിറ്റ്, അപ്പോൾ 1 ലക്ഷം രൂപയായി. ഇവിടെ 105 രൂപയുടെ ആയി ഒരു യൂണിറ്റിന്റെ വില. അപ്പം 1000 യൂണിറ്റ് ഉണ്ട്, 105 ഈക്വൽ ടു 1,50,000 രൂപയായി. അപ്പോൾ നമ്മളുടെ ഇൻവെസ്റ്റ് ചെയ്ത 1 ലക്ഷമാണ്, 1,50,000 രൂപ ആയിട്ടുണ്ട് വാല്യൂ. ഈ സമയം നമ്മളത് വിഡ്രോ ചെയ്യാൻ അല്ലെങ്കിൽ റിഡീം ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വർഷത്തിന് മുമ്പായിട്ട് നമ്മൾ റിഡീം ചെയ്തിട്ടുണ്ടെങ്കിൽ 1% എക്സിറ്റ് ലോഡായിട്ട് ചാർജ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സിറ്റ് ലോഡായിട്ട് പല രീതിയിൽ ഓരോ ഫണ്ടുകളും ചാർജ് ചെയ്യാറുണ്ട്. ഒന്നെങ്കിൽ വിതിൻ ഒരു വർഷത്തിന് മുമ്പ് നമ്മൾ പിൻവലിച്ചാൽ 1% എടുക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മാസമായിരിക്കും അതിന്റെ കിട്ടും. 30 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ നമ്മൾ അത് റിഡീം ചെയ്താൽ 1%. ചില ഫണ്ടുകളുണ്ട് എക്സിറ്റ് ലോഡ് 15 ദിവസം മാത്രമേ ഉള്ളൂ. 15 ദിവസത്തിനുള്ളിൽ നമ്മൾ റിഡീം ചെയ്താൽ മാത്രമേ എക്സിറ്റ് ലോഡ് ചാർജ് ആവുള്ളൂ. അപ്പം നമ്മൾ ആ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എക്സിറ്റ് ലോഡ് നമുക്കൊന്ന് നോക്കുന്നതല്ലായിരിക്കും. കാരണം നമ്മൾ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എക്സിറ്റ് ലോഡും എക്സ്പെൻസ് റേഷ്യോയും അതിനനുസരിച്ച്
കൂടുതലും കുറവും വരുന്നതനുസരിച്ച് നമ്മുടെ റിട്ടേൺ വാല്യൂം കുറവ് വരും. എക്സ്പെൻസ് റേഷ്യോ എപ്പോഴും കുറവ് വരും. അതേപോലെ തന്നെ എക്സിറ്റ് ലോഡ് 1% ആയിരിക്കും. മിക്കതും തന്നെ ഒരു വർഷം ലോക്കിൻ പീരീഡ് ഒക്കെ കാണും. ചിലത് ഒരു മാസമുണ്ട്. അതിലൊക്കെ നമ്മൾ ഷോർട്ട് ടൈം ആക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മാസത്തിനുള്ളിൽ പിൻവലിച്ചാൽ എക്സിറ്റ് ലോഡ്, അത് കഴിഞ്ഞിട്ട് പിൻവലിച്ചാൽ എക്സിറ്റ് ലോഡ് ഇല്ല, അങ്ങനെയൊക്കെയുള്ള ഫണ്ടുകൾ നമ്മൾ ഷോർട്ട് ടൈം നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു കേസിൽ ഈ ഒരു 1,00,000 രൂപ ഇട്ടു, 1,50,000 രൂപ എക്സിറ്റ് ലോഡ് 1% കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? നമ്മൾ എങ്ങനെയാണ് എക്സിറ്റ് ലോഡ് കണക്കാക്കുന്നത്? ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു നമ്മുടെ കറണ്ട് വാല്യൂ 1,05,000 രൂപ ആയിട്ടുണ്ട്, അതിന്റെ 1% നോക്കാം. അതിന്റെ 1% എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ 1,05,000 ആയിട്ടുണ്ട്, അതിന്റെ 1% നോക്കിയാൽ മതി. 1/100 സിമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ 1,050 രൂപ എക്സിറ്റ് ലോഡായിട്ട് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതായത് കറണ്ട് വാല്യൂ മൈനസ് നമ്മുടെ എക്സിറ്റ് ലോഡ് ചാർജ് ചെയ്തിട്ടുള്ള ഈ ഒരു എമൗണ്ട് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. 1,03,950 രൂപ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത് എക്സിറ്റ് ലോഡ് കുറച്ചതിന് ശേഷം. എക്സ്പെൻസ് റേഷ്യോയും ബാക്കിയുള്ള ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് നമുക്ക് പോകാനുണ്ട്, സ്റ്റാമ്പ് ഡ്യൂട്ടി പോകാനുണ്ട്. സ്റ്റാമ്പ് ഡ്യൂട്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ പോകുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടി പിന്നെ എക്സ്പെൻസ് റേഷ്യോയും എക്സിറ്റ് ലോഡും മറ്റ് ടാക്സുകൾ ആപ്ലിക്കബിൾ ആണ്. നമ്മൾ ടാക്സിന്റെ കാര്യവും എക്സ്പെൻസ് റേഷ്യോയും കവർ ചെയ്യുന്നില്ല, എക്സിറ്റ് ലോഡിന്റെ കാര്യമാണ് നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തുകയായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇനി ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു ടോട്ടൽ എമൗണ്ടിന്റെ 1% നോക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ നെറ്റ് അസറ്റ് വാല്യൂവിന്റെ 1% നോക്കാം. അതായത് ഇപ്പോഴത്തെ നെറ്റ് അസറ്റ് വാല്യൂ 105 ആണ്. 105ന്റെ 1% പോയാൽ എത്രയായിരിക്കും? 1.05 ആണ് നമുക്ക് പോകുന്നത്. 1.05. ഈ ഒരു നെറ്റ് അസറ്റ് വാല്യൂ ഇതിന് പറയാം. അതായത് നമ്മുടെ കറണ്ട് നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത് 105 ആണ്. അതിൽ നിന്ന് 1.05 കുറയും. അതായത് 103.95 ആണ് അത് കഴിഞ്ഞിട്ടുള്ള വാല്യൂ. 103.95 103.95 ഇൻറ്റു നമുക്ക് എത്ര യൂണിറ്റ് ഉണ്ട്? 1000 യൂണിറ്റ് നമുക്ക് നിലവിലുണ്ട്. ഈ ഒരു തുകയായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. സെയിം ഫിഗർ തന്നെയാണ്, ഇങ്ങനെ കൂട്ടിയാലും ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഞാനൊരു JM ഫിനാൻഷ്യൽസിന്റെ ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു 30 ദിവസത്തിന് മുമ്പായിട്ട് തന്നെ നമ്മൾ പിൻവലിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇതൊരു എക്സിറ്റ് ലോഡ് ഉണ്ട് ഇവിടെ നോക്കുക. നോർമൽ ഇൻവെസ്റ്റ്മെന്റിന്റെ എക്സിറ്റ് ലോഡ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1% ഇഫ് റെഡീംഡ്, അല്ലെങ്കിൽ ഈ ഫണ്ടിൽ നിന്ന് വേറൊരു ഫണ്ടിലോട്ട് സ്വിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ സ്വിച്ച് ചെയ്യുകയോ റെഡീം ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ 1% എക്സിറ്റ് ലോഡ് ചാർജ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് 20,000 രൂപയാണ് ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്തത്. സ്റ്റാമ്പ് ഡ്യൂട്ടി 0.005% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിനകത്ത് 1 രൂപ കുറഞ്ഞു 19,999 രൂപയാണ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കിട്ടിയത്. 5/7 നമ്മൾ ഇത് പർച്ചേസ് ചെയ്ത് 19,999 രൂപ. അന്നത്തെ നെറ്റ് അസറ്റ് വാല്യൂ 119.13 ആണ്. അങ്ങനെ നമുക്ക് 167.87 യൂണിറ്റ് ആണ് നമുക്ക് അലോട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ 31-ാം തീയതി നമ്മൾ അത് റിഡീം ചെയ്തു. 31-ാം തീയതിയിലെ NAV എത്രയാണോ ആ NAV വെച്ചാണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അതായത് അന്നത്തെ ദിവസം 121.28 ഉണ്ട് നമുക്ക് NAV. നമുക്ക് നോക്കാം, 121.28 ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ യൂണിറ്റ് 167.87 യൂണിറ്റ്സ് ആണ് നമുക്കുള്ളത്. 20,359 രൂപ നമുക്ക് അന്നേ ദിവസം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുണ്ട്. 359 രൂപ കൂടിയിട്ടുണ്ട്. 20,000 രൂപ ഇട്ടു, നമുക്ക് 19,999 രൂപയാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയത്. 1 രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി ആയിട്ട് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ 31-ാം തീയതി റിഡീം ചെയ്തപ്പം നമ്മുടെ പോർട്ട്ഫോളിയോയുടെ വാല്യൂ 20,000-ന് 20,359 രൂപ ആയിട്ട് വരുന്നത്. 359 രൂപ കൂടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് റിഡംഷൻ നടത്തി നമുക്ക് എല്ലാം കിട്ടിയത് 20,156 രൂപയാണ്. അതെങ്ങനെയാണ് സംഭവിച്ചത്? ഈ ഒരു 1% ഓഫ് എക്സിറ്റ് ലോഡ് കുറച്ചിട്ടാണ്. ഈ എക്സിറ്റ് ലോഡ് നമ്മൾ എങ്ങനെയാണ് കണ്ടതെന്ന് ചിലപ്പോൾ നമുക്ക് നോക്കാം. 20,359 രൂപയുടെ 1% എത്രയായിരിക്കും? 1/100 നോക്കുക. 203 രൂപ നമുക്കിവിടെ നഷ്ടമായിട്ടുണ്ട്. 203 രൂപ 59 പൈസ നമ്മുടെ എത്ര രൂപയെന്ന് പറഞ്ഞു? 20,359 രൂപയെന്ന് പറഞ്ഞു. ബാക്കി 20,155 അല്ലെങ്കിൽ 56 രൂപയാണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ ആ ടോട്ടൽ വാല്യൂവിന്റെ 1% ഇവിടെ ഇവർ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത് ആ ടോട്ടൽ വാല്യൂ എന്നല്ല, നെറ്റ് അസറ്റ് വാല്യൂ എത്രയാണോ അതിന്റെ 1% കുറച്ചിട്ട് ബാക്കിയുള്ള നെറ്റ് അസറ്റ് വാല്യൂ എത്രയാണോ അത് ഇൻറ്റു യൂണിറ്റ് ആണ് ചെയ്തിരിക്കുന്നത്.
അത് രണ്ടും സെയിം കാൽക്കുലേഷൻ തന്നെയാണ്. നോക്കുക, ഇവിടെ 121 ആയിട്ടുണ്ട്. 121.2 അതിന്റെ 1% പോയാൽ 1% വന്ന് 1.2128 ആണ്. ആ ഒരു നെറ്റ് അസറ്റ് വാല്യൂ തന്നെ ഈ ഒരു കറണ്ട് നെറ്റ് അസറ്റ് വാല്യൂന്ന് കുറച്ചേക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ 120.67 അല്ലെങ്കിൽ 07 ആണ് ആ ഒരു നെറ്റ് അസറ്റ് വാല്യൂ ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അത് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ്, ആ ഒരു തുകയാണ് നമുക്ക് റിഡീം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒന്നെങ്കിൽ ടോട്ടൽ ഫിഗറിന്റെ 1%, അങ്ങനെ നോക്കിയാലും കറക്റ്റാണ്. ഇവരുടെ കണക്കും പ്രകാരം ഫണ്ടുകാർ കുറയ്ക്കുന്നത് നേരെ നമ്മുടെ നെറ്റ് അസറ്റ് വാല്യൂ എത്രയാണോ അതിന്റെ 1% ഫുള്ള് കുറയ്ക്കും. അപ്പോൾ ആ ഒരു പെർസെൻറ്റേജ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം എത്രയാണോ നെറ്റ് അസറ്റ് അതായിരിക്കും കറണ്ട് നെറ്റ് അസറ്റ് വാല്യൂ ആയിട്ട് വരുന്നത്. അത് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു നെറ്റ് അസറ്റ് വാല്യൂവിന്റെ കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. കാരണം ഈ ഒരു എക്സിറ്റ് ലോഡ് കണക്കാക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് എത്രയാണോ ഫണ്ട്, നമുക്കിപ്പോൾ 359 രൂപ ഉണ്ടെന്ന് പറഞ്ഞാലും എക്സിറ്റ് ലോഡ് തന്നെ 203 രൂപയോളം നമുക്ക് കുറഞ്ഞു പോയിട്ടുണ്ട്. ആ ഒരു തുകയും കൂടെ കുറച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബാക്കിയുള്ള യൂണിറ്റ്സ് കിട്ടിക്കുക. അപ്പം ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അത് മാത്രമല്ല, ഇനി നമ്മൾ ഇതൊരു ലംസം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ SIP ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? SIP ചെയ്യുമ്പോൾ നമ്മൾ ഓരോ മാസവും പോകുന്നുണ്ട് ഫണ്ടുകൾ. അപ്പോൾ ഇപ്പോൾ 12 മാസം 1 തൊട്ട് 12 മാസം വരെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ 12 മാസം ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 8ാമത്തെ മാസം അല്ലെങ്കിൽ 8ാമത്തെ മാസം ആയപ്പോൾ നമ്മൾ ഇത് റിഡീം ചെയ്യാമെന്നും 8 ഓർക്കണ്ട, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഓഗസ്റ്റ് മാസം റിഡീം ചെയ്യാൻ കൊടുത്തു. അപ്പോൾ നമ്മുടെ റിഡംഷനിൽ എക്സിറ്റ് ലോഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് വെച്ചാൽ എത്ര SIP കൾ നമ്മുടെ 12 മാസം കഴിഞ്ഞു എന്ന് നോക്കും, അല്ലെങ്കിൽ 1 ഇയർ കഴിഞ്ഞു. ബാക്കി നിൽക്കുന്ന SIP കൾ ഉണ്ടല്ലോ, 12 മാസം അല്ലെങ്കിൽ 1 ഇയർ കഴിയാത്ത SIP കൾ എത്രയുണ്ടോ അത്രയും നമ്പർ ഓഫ് ടൈംസിന് ഈ എക്സിറ്റ് ലോഡ് ചാർജബിൾ ആയിരിക്കും. ആ ഒരു വർഷം കഴിയാത്ത എല്ലാ ഇൻവെസ്റ്റ്മെന്റുകളും അല്ലെങ്കിൽ എല്ലാ SIP കൾക്കും SIP ഇൻവെസ്റ്റ്മെന്റ് തവണകൾക്കും എക്സിറ്റ് ലോഡ് ബാധകമാണ്. അതിന് ഒരു വർഷം പൂർത്തിയായി കഴിഞ്ഞ SIP ഇൻവെസ്റ്റ്മെന്റ് തവണകൾക്ക് മാത്രമേ എക്സിറ്റ് ലോഡിൽ നിന്ന് എക്സംഷൻ ആവുള്ളൂ. ബാക്കിയുള്ള തവണകൾക്ക് എക്സിറ്റ് ലോഡ് ആപ്ലിക്കബിളും ആവും. അങ്ങനെയാണ് SIP മെത്തേഡിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എക്സിറ്റ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്.